ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഫലൂദയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസി ആയിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫലൂദ സേവ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫലൂദ സേവ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഞാനിവിടെ 7 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ജെല്ലി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളുടെ തൊണ്ടെങ്കിൽ ചെയ്താൽ മതി, ജെല്ലി ഇല്ലെങ്കിൽ നമുക്ക് ഫലൂദ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 7 ഗ്രാം ചൈന ഗ്രാസിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്, ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വെർമിcelli ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് സേവിന് പകരമായിട്ട് ഫലൂദ സേവ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ വെർമിcelli ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പൊക്കെ മതിയാവും. ചൈന ഗ്രാസ് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വേവിച്ചെടുക്കാം. വെർമിcelli നമ്മൾ വേവിക്കാൻ വെച്ചത് നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 കപ്പിനടുത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഡ്രോപ്പ് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫലൂദ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതിനി ചൂടോടെ തന്നെ ഒരു ഗ്ലാസിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ജെല്ലിയായി കിട്ടും. അപ്പോൾ ഞാൻ നല്ല പരന്നിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പാല് തിളപ്പിക്കാതെ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുത്താൽ മതിയാവും. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാലും പഞ്ചസാരയുടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക, എന്നിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റും കിട്ടും, ഈ പാലൊക്കെ ഒന്ന് തിക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളപ്പിക്കേണ്ടാത്ത പാലായതുകൊണ്ടാണ് ഞാൻ നേരെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാല് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തിളപ്പിക്കുന്ന സമയത്ത് പാലിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർ. പാല് തിളപ്പിച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇതിപ്പോൾ ഇന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ജെല്ലി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പരന്ന പാത്രത്തിലായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് മാത്രം തിക്നെസ്സിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കുഴിയുള്ള പാത്രത്തിലെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മാങ്ങയും ഏത്തപ്പഴവും ആപ്പിളും പിന്നെ കുറച്ച് റൈസിൻസും കാഷ്യൂനട്ടും പിസ്ത എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചിയ സീഡാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സബ്ജ സീഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ പാലും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു മിക്സാണ് എടുത്തിട്ടുള്ളത്. വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ എടുത്തിട്ടുണ്ട്. ഇനി ഫലൂദ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സുകളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏതാണ് ഫ്രൂട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. കുറച്ച് നീളമുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് സബ്ജ സീഡ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചിയ സീഡ് സോക്ക് ചെയ്തത് ഇട്ട് കൊടുക്കുക. റോസ് സിറപ്പ് ചേർക്കാൻ ഇഷ്ടമാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അതും ഈ സബ്ജ സീഡോ അല്ലെങ്കിൽ ചിയ സീഡോ ചേർക്കുന്നതിൻ്റെ ആ താഴെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റോസ് സിറപ്പ് ഒന്നും ചേർക്കുന്നില്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ സേമിയ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ജെല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു ലെയറൂടെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് മുകളിലായിട്ട് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാനിലയും സ്ട്രോബെറിയും മാംഗോയും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് നട്ട്സ് കൂടി അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് നല്ല ഭംഗിയുണ്ടാവും. റോസ് സിറപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഈസിയാണ് ഈ ഒരു ഫലൂദ റെഡിയാക്കാനായിട്ട്. നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്